യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടണമെന്ന ആവശ്യവുമായി പോലീസ്. അന്വേഷണത്തിൽ പോലീസിന് പരിമിതിയുണ്ടെന്നാണ് പ്രത്യേക സംഘം എഡിജിപിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. നിലവിൽ തിരുവനന്തപുരം സിറ്റി ഡിസിപി നിധിൻ രാജിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. സംസ്ഥാനത്ത് വ്യാപകമായി വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചിട്ടുണ്ട്. വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച് നടന്ന തട്ടിപ്പിൽ ഇപ്പോഴത്തെ അന്വേഷണം പര്യാപ്തമാവില്ല. അന്വേഷണം ഏകോപിപ്പിക്കാൻ പരിമിതിയുണ്ട്. സംസ്ഥാനം മുഴുവൻ അന്വേഷിക്കാൻ കഴിയുന്ന ക്രൈംബ്രാഞ്ച് തന്നെ ഇതിനായി വേണമെന്നാണ് അന്വേഷണ സംഘം നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. റിപ്പോർട്ട് എഡിജിപി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറും. തുടർന്നായിരിക്കും തീരുമാനം. പത്തനംതിട്ടയിലെ അടൂർ കേന്ദ്രീകരിച്ച് നടന്ന തട്ടിപ്പാണ് ഇതെന്നാണ് ആദ്യഘട്ടത്തിലെ കണ്ടെത്തൽ. എന്നാൽ പിന്നീട് ഇതിന്റെ ഉത്ഭവം കാസർഗോഡ് നിന്നാണെന്ന് കണ്ടെത്തി. കൂടുതൽ ജില്ലകളിൽ തട്ടിപ്പുകൾ നടന്നതായി പിന്നീട് തെളിഞ്ഞു. ഇതോടെയാണ് അന്വേഷണത്തിന് ഇപ്പോഴത്തെ സംഘത്തിന് പരിമിതികളുണ്ടെന്ന നിഗമനത്തിലേക്ക് എത്തിയത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ പരാതിക്കാരനാക്കിയും പോലീസ് ഇതിനിടെ കേസെടുത്തിരുന്നു. 6 മാസത്തോളം സംസ്ഥാനത്തുടനീളം വ്യാജ കാർഡ് നിർമ്മാണം നടന്നിട്ടുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ. വ്യാജ കാർഡ് നിർമ്മിച്ച സംസ്ഥാന വ്യാപക തട്ടിപ്പ് നടന്നെന്ന നിഗമനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് ഓഫീസർ എത്തിയിരുന്നു. തുടർന്ന് വിശദമായ അന്വേഷണം വേണമെന്ന് പോലീസിനോട് നിർദ്ദേശിക്കുകയുണ്ടായി. 6 പേരെ ഇതിനോടകം പ്രതി ചേർത്തിട്ടുണ്ടെങ്കിലും കൂടുതൽ ആളുകൾ പ്രതികളാകുമെന്നാണ് പോലീസ് പറയുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.